6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ യൂണിറ്റായ ജനാധിപത്യവും അവകാശങ്ങളും ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും നമുക്കിന്ന് ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ആദ്യമായി നമുക്ക് ഒരു മഹത് വ്യക്തിയുടെ വാക്കുകൾ കേട്ടാലോ. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ വായിച്ചല്ലോ. ഏതുതരം രാഷ്ട്രത്തിനു വേണ്ടിയാണ് മണ്ടേല പടപൊരുതിയത്? എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. നെൽസൺ മണ്ടേലയെക്കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ആരാണ് നെൽസൺ മണ്ടേല? ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. എന്താണ് ജനാധിപത്യമെന്ന് മുൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയല്ലോ. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യം, ശരിയല്ലേ? ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റുകൾ എവിടെയൊക്കെ നിലനിന്നോ അവിടെയൊക്കെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ജനാധിപത്യ ഭരണക്രമത്തിനു വേണ്ടി നടന്ന സമരങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം താഴെ തന്നിരിക്കുന്നു. ഏതാണത്? അതെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കൂ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, നേപ്പാളിലെ ജനാധിപത്യ പ്രക്ഷോഭം, മ്യാൻമറിലെ ജനാധിപത്യ പ്രക്ഷോഭം, ഫ്രഞ്ച് വിപ്ലവം, ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇവയെല്ലാം ജനാധിപത്യ ഭരണക്രമത്തിനു വേണ്ടി നടന്ന സമരങ്ങളാണ്. ഇൻ earlier classes you have learned about democracy. What is democracy? A government formed by the representatives elected by the people. History teaches that democratic movements have sprung up wherever non-democratic governments existed. Given below is a remarkable example for the struggle for a democratic form of government. Indian freedom struggle. Find out more examples and expand the list. American War of Independence, democratic agitations in Nepal, democratic agitations in Myanmar, French Revolution, South African War of Independence. ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യേതര ഗവൺമെന്റുകളും നിലനിൽക്കുന്നുണ്ട്. എന്തെല്ലാം സവിശേഷതകളാണ് ജനാധിപത്യ ഗവൺമെന്റുകളെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? എന്തൊക്കെ ഭരണക്രമങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നത്? തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കൂ. ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തും. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ്, പ്രധാനമന്ത്രി. മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ബ്രൂണൈ സുൽത്താൻ തന്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും.
While democratic system is widely accepted, non-democratic governments also exist in different countries. What features distinguish a democratic government from other forms of government? Which are the different forms of government that exist in the world today? Observe the news headlines given below. King of Bhutan arrives for a 4-day visit. Niti Aayog will replace Planning Commission in India. Prime Minister. Strong protest by Democrats against military rule in Myanmar. Brunei Sultan will declare his successor today. ഈ വാർത്തകളിൽ നിന്നും കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള ഗവൺമെൻറ്റുകളാണ് നിലനിൽക്കുന്നത്. ശരിയല്ലേ? വാർത്തകളിൽ നൽകിയിരിക്കുന്ന രാജ്യങ്ങളെയും അവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകളെയും നമുക്ക് താഴെ പറയും പ്രകാരം ക്രമീകരിക്കാം. രാജ്യം ഭൂട്ടാൻ. ഗവൺമെൻറ്റിൻ്റെ രൂപം ഭരണഘടനാപരമായ രാജവാഴ്ച. ഇന്ത്യ ജനാധിപത്യ ഭരണം. ബ്രൂണൈ സുൽത്താൻ ഭരണം. മ്യാൻമർ പട്ടാള ഭരണം. Let us arrange the countries and governments mentioned in the news headlines as follows. Country Bhutan. Form of government constitutional monarchy. India democracy. Brunei Sultanate. Myanmar military. നേരത്തെ സൂചിപ്പിച്ച ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ചാടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. ഇവ ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഉദാഹരണമാണ്. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിൽ പെടുന്നു. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നു. വാട്ട് ആർ ദ ഡിഫറൻസസ് എമംഗ് ദ ഫോംസ് ഓഫ് ഗവൺമെൻറ് ലിസ്റ്റഡ് എബവ്? The King of Bhutan and the Sultan of Brunei inherited power. These are examples of non-democratic forms of government. Military government is also a form of non-democratic government. A non-democratic government is formed by an individual or a group of individuals who establish power and rule the country according to their own interest. You are aware that India has a democratic form of government. A government formed by the representatives of the people is called a democratic government. ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളുടെയും സവിശേഷതകൾ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കൂ. ജനാധിപത്യേതര ഗവൺമെൻറ്റുകളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് ഈ പട്ടികയിലെ എല്ലാ സവിശേഷതകളും ചേർത്ത് ഒരു കുറിപ്പായും നമുക്ക് എഴുതി തയ്യാറാക്കാം. ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ജനാധിപത്യേതര ഗവൺമെൻറ് അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ജനാധിപത്യേതര ഗവൺമെൻറ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ജനാധിപത്യ ഗവൺമെൻറ് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ജനാധിപത്യേതര ഗവൺമെൻറ്റിലാകട്ടെ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. Analyze the features of democratic and non-democratic governments from the table given below. Make a note
comparing the features of democratic and non-democratic forms of government. Democratic government. Government formed by the representatives elected by the people. Non-democratic government. Power is passed on hereditarily or is captured. Democratic government. Freedom of speech and right of the people are legally ensured. Non-democratic government. Freedom of speech and rights of the people are limited. Democratic government. Rulers are subject to law. Non-democratic government. Ruler is superior to law because the law is decided by him. ജനാധിപത്യ ഗവൺമെന്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെന്റുകളുടെയും സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ജനാധിപത്യ ഭരണത്തിനുള്ള മേന്മകളാണ് ഇതിനു കാരണം. ഏതുതരം ഭരണരൂപം നിലനിൽക്കുന്ന രാജ്യത്ത് ജീവിക്കാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ജനാധിപത്യ ഭരണ സമ്പ്രദായമുള്ള രാജ്യത്ത് ജീവിക്കാനാണ് നമുക്കെല്ലാം ഇഷ്ടം, ശരിയല്ലേ? എന്താണ് അതിൻ്റെ കാരണം? ഒന്ന് വിശദമാക്കാമോ? ജനാധിപത്യ ഗവൺമെന്റിൻ്റെ മേന്മകൾ തന്നെയാണ് അതിനുള്ള കാരണം. ജനാധിപത്യ ഗവൺമെന്റിൽ ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. You have learned the features of democratic and non-democratic governments. Majority of the nations have adopted the democratic system. This is mainly because of the merits of democracy compared to the other forms of government. What type of country do you prefer to live in? Democracy, right? Give reasons. Because the merits of democratic government. What are the merits of democratic government? It respects the opinion of the people, protects the freedom of individuals. Rulers as well as the people are subject to the same law. Rulers are indebted to the people. ജനാധിപത്യേതര ഗവൺമെന്റുകൾ പരിചയപ്പെട്ടല്ലോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടവയ്ക്കു നേരെ ശരി അടയാളവും ജനാധിപത്യേതര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവയ്ക്കു നേരെ തെറ്റ് അടയാളവും രേഖപ്പെടുത്തുക. കൃത്യമായ കാലപരിധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ശരിയാണ്, ജനാധിപത്യ ഗവൺമെന്റിൽ കൃത്യമായ കാലപരിധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തലമുറകളായി കൈമാറുന്ന ഭരണക്രമം. തെറ്റ്. ജനപ്രതിനിധികളുടെ ഭരണം. ശരി. രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ അല്ലെങ്കിൽ പട്ടാള മേധാവിയുടെ ഭരണം. തെറ്റ്. വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. ജനാധിപത്യ ഗവൺമെന്റിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശരി. കോടതികൾക്ക് നിയന്ത്രണം. തെറ്റ്. ജനാഭിപ്രായം മാനിക്കുന്നു. ശരി. Now you are familiar with the democratic and non-democratic forms of government. Examine the statements given below and give right mark against the statements related to democratic and wrong mark against those related to the non-democratic forms of government. Elections are held periodically. Right. Power passed on hereditarily. Wrong. Rule of people's representatives. Right. Rule of king or sultan or military chief. Wrong.
Individual freedom prevails. Right. Control over courts. Wrong. Respects public opinion. Right. ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ഇതര ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങളിൽ ചിലത് താഴെ തന്നിരിക്കുന്നു. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. The most prominent factor that differentiates democratic governments from non-democratic governments is the rights they ensure. For ensuring a democratic life for the citizens, it is essential that their rights are protected. The following are some of the rights ensured by the democratic government of India. Right to live, right to education, freedom of speech, freedom of association. ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അവകാശങ്ങൾ ഒരു പദസൂര്യനായി എഴുതി നോക്കിയാലോ? ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. Certain rights of Indian citizens. Right to live, right to education, freedom of speech, freedom of association. ഇന്ത്യയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചില അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അവകാശങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുക. തന്നിരിക്കുന്ന ബ്ലോഗ് കുറിപ്പ് വായിക്കൂ. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അതറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പാലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥമെന്തെന്നു പോലും അറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്താണ് അവകാശം? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. What do rights mean? Rights are those conditions to be ensured by the state and the society for the better life and opportunities for its citizens to develop their talents and potentials. Governments take necessary steps for the protection of rights. For this, every country incorporates a list of rights in their constitution. This list is known as the Bill of Rights. The Bill of Rights in India is known by the name Fundamental Rights. ഇന്നു നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു വർക്ക്ഷീറ്റായി ചെയ്തു നോക്കിയാലോ? എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ഭരണക്രമമേത്? അതെ, ജനാധിപത്യ ഭരണം.
ജനാധിപത്യ ഭരണക്രമത്തിനു വേണ്ടി ലോകത്ത് നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, നേപ്പാളിലെ ജനാധിപത്യ പ്രക്ഷോഭം, മ്യാൻമറിലെ ജനാധിപത്യ പ്രക്ഷോഭം, ഫ്രഞ്ച് വിപ്ലവം, ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം. ഗവൺമെന്റുകളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? ഭരണഘടനാപരമായ രാജവാഴ്ച, ജനാധിപത്യ ഭരണം, സുൽത്താൻ ഭരണം, പട്ടാള ഭരണം. ജനാധിപത്യ ഗവൺമെന്റ് എന്നാൽ എന്ത്? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. പട്ടാള ഭരണം നിലവിൽ വന്നതെങ്ങനെ? സൈനിക അട്ടിമറിയിലൂടെയാണ് പട്ടാള ഭരണം നിലവിൽ വരുന്നത്. The form of government where everyone is considered equal. Democracy. Struggles for democratic form of government in the world. Indian freedom struggle, American War of Independence, democratic agitations in Nepal, democratic agitations in Myanmar, French Revolution, South African War of Independence. Different forms of government. Constitutional monarchy, democracy, sultanate, military. Define democratic government. A government formed by the representatives elected by the people. How does military rule come to existence? Military coup. ജനാധിപത്യവും അവകാശങ്ങളും, ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന പാഠത്തിന്റെ ആദ്യ ഭാഗം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.